കേട്ടോ, കുറച്ച് വെളുത്ത പോലെയൊക്കെ ഇല്ലേ, തോരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ മുഖം ഞാൻ അങ്ങനെ തൊട്ട് നോക്കുമ്പോ വന്നിട്ട് ഒരു കടലമാവ് വേച്ചാൽ ഒരു ഇത് കിട്ടില്ലേ, ഇങ്ങനെ ഉം, അതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് വാഷ് ചെയ്ത് നോക്കാം അങ്ങനെ എന്താ അല്ല എന്തൊക്കെ കേട്ടോ. ഹായ്, അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഡേ 2 ആണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എക്സ്ട്രാ ഒന്നും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ, കസ്തൂരി മഞ്ഞളാണ് കേട്ടോ, പച്ചമഞ്ഞളാണ്. അത് ഞാൻ അരച്ചത്, പൊടി ആവണില്ല, അരച്ചതാണ്. കണ്ടോ, ഇത് മൂത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കഞ്ഞിവെള്ളം തേക്കാം, എന്നിട്ട് അതിന് ശേഷം നമുക്ക് പച്ചമഞ്ഞളും തേക്കാം. അപ്പൊ ഞാനിപ്പോ കഞ്ഞിവെള്ളം തേച്ച് കഴിഞ്ഞിട്ടില്ല, അതിന് ശേഷം മഞ്ഞൾ തേക്കാന്ന് വിചാരിക്കുന്നു കേട്ടോ. മഞ്ഞൾ വന്നിട്ട് അത് പൊടിയുന്നില്ല, അപ്പൊ എങ്ങനെ തേക്കുന്ന ഒരു ഐഡിയ ഇല്ല. എന്നാലും നമുക്ക് തേച്ച് നോക്കാം. പൊടി മേടിക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് തോന്നുന്നുണ്ട്. കസ്തൂരി മഞ്ഞളുടെ പൊടി കിട്ടും, അത് മേടിക്കാം. പിന്നെ ഇത് വീട്ടിൽ നിന്നേ ഉണ്ടാക്കിയ പച്ചമഞ്ഞളാണ് കേട്ടോ, അത് ഉണക്കിയിട്ടില്ല, അങ്ങനെ അരച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ ജസ്റ്റ് തേച്ചെടുത്താൽ മതി. അതായത് ഇവിടെയൊക്കെ നന്നായി തേക്കും, കാരണം ഇവിടെയൊക്കെ നല്ല കറുപ്പുണ്ട് കണ്ണിന്റെ ചുറ്റും. കവിളത്തൊന്നും അധികം ഇല്ല കേട്ടാ, ചുണ്ടിന്റെ ചുറ്റും അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് കൂടുതലും കറുപ്പ്. ഇപ്പം എന്തായാലും തേച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഹലോ, അപ്പൊ ഞാൻ മുഖത്ത് മഞ്ഞളൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വച്ച ശേഷം റിസൾട്ട് എന്താന്ന് നോക്കാം. അത് നന്നായി തേച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് തേച്ചത് നന്നായിരുന്നു, കഴുത്ത് മുഖത്തും. ഞാൻ കഴുത്തിൽ ഇപ്പൊ തേക്കണില്ല, പക്ഷെ കഴുത്തിനും കൂടി തേച്ചാൽ രണ്ടവിടെ ഒരേ റിസൾട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഹലോ, അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. മുഖം ഇങ്ങനെയാണ് കേട്ടോ. പെട്ടെന്ന് അത് മുഖം കഴുകാൻ പാടില്ല, എങ്ങനെ കഴുകാന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം വന്നിട്ട് പെട്ടെന്ന് മുഖം കഴുകാൻ പാടില്ല, ജസ്റ്റ് നമ്മുടെ കൈ ജസ്റ്റ് വെള്ളത്തിൽ നനച്ചിട്ട് ആക്കി ചെയ്ത് നന്നായി മസാജ് ചെയ്യുക കേട്ടോ. കാരണം മസാജ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പൊ മുടിയായാലും നമ്മൾ എണ്ണ വയ്ക്കുമ്പോൾ നന്നായി മസാജ് ചെയ്ത് വെച്ചാൽ നന്നായി മുടി വളരാനും സഹായിക്കും. അതേപോലെ തന്നെ മുഖവും. അപ്പൊ നമുക്ക് മസാജ് എന്നിട്ട് മുഖം കഴുകിയിട്ട് വരാം. അപ്പൊ നമ്മളില്ലേ മുഖം കഴുകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു കേട്ടോ. കുറച്ച് വെളുത്ത പോലെയൊക്കെ ഇല്ലേ, തോരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഡേ 2 ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെയിനായുള്ള കാര്യം ഇന്ന് രാത്രി വന്നിട്ട് കഞ്ഞിവെള്ളം നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ട് അത് നന്നായി നമുക്ക് മുഖത്ത് നന്നായി തേച്ച് എന്താ പറയാ, നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. നല്ല മസാജൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഈ ഒരു സാധനം 7 ദിവസം ചെയ്ത് എന്തായാലും റിസൾട്ട് ഉറപ്പായി കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും ചെയ്ത് നോക്കുകയാണ്, അല്ലാണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടല്ല വീഡിയോ ഇടുന്നത്. ഞാൻ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം, റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ലാസ്റ്റ് 7 ഡേയ്സ് ആകുമ്പോൾ നമുക്ക് കാണാം. ഇതിപ്പോൾ മഞ്ഞൾ തേച്ചിട്ടുണ്ട്, ഞാൻ ഇടയിൽ ഇങ്ങനെ തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം മാത്രമല്ല, ഇടയിൽ മഞ്ഞളായാലും ശരി എന്തായാലും ശരി നമുക്കിവിടെ തേക്കുന്നുണ്ട്. അപ്പൊ എന്താ ഡേ 2 ഇവിടെ അവസാനിച്ച് ഇനി ഡേ 3 നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാണോ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ. ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ആ ബെല്ലൈക്കനും കൂടി എടുത്താൽ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരണ്ട. ടാറ്റാ. അപ്പം നമ്മുടെ ഫേസ് ചാലഞ്ചിൽ ഡേ 3 ആണ് കേട്ടോ ഇന്ന്. ഡേ 3 ഒരുപാട് വീഡിയോസ് ഒന്നും കാണിക്കണില്ല, ജസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കഴുകിയ ശേഷമാണ് കേട്ടോ മുഖം കാണിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് 7 ഡേയ്സ് ചാലഞ്ച് കംപ്ലീറ്റ് ആവുന്ന ദിവസമാണ്. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓരോ ദിവസം ഇടുന്നത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു. പിന്നെ വെറുതെ അപ്ലൈ ചെയ്ത് മാത്രം വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് 7 ഡേയ്സ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് ആയി. എൻ്റെ സ്കിന്നിൽ വല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. ഞാൻ ദിവസവും കഞ്ഞിവെള്ളം മാത്രമാണ് തേക്കുന്നത്. പിന്നെ ഒരു ദിവസം എന്തോ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് തേച്ചിട്ടുണ്ടാകും. എന്താണെന്നറിയില്ല, കസ്തൂരി മഞ്ഞളാണ് തേച്ചത്. അത് തേക്കുമ്പോൾ
എൻ്റെ ഇത് നല്ലതാണ്, മുഖത്തിന് നല്ലതാണെങ്കിലും എൻ്റെ ഒരു ഇത് മഞ്ഞ കളറായ പോലെ ഒരു ഡാർക്ക് ആയ പോലെയാണ് തോന്നുന്നത് കേട്ടോ. എൻ്റെ സ്കിന്നിൽ അങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ സ്കിന്നിൽ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ കഞ്ഞിവെള്ളം തേച്ച് നൈറ്റ് വന്നിട്ട് ആ ഫ്രീസറിൽ വെച്ചതെടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ സ്കിന്നിൽ വല്ല മാറ്റം എന്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. എന്തായാലും എനിക്ക് തോന്നുന്നു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് 7 days ആണ്. അപ്പൊ ഇന്നും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ അയക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പൊ വീഡിയോയിലേക്ക് കടന്നാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോയിലും പറയരുത്. ബാക്ക്ഗ്രൗണ്ട് കണ്ട ആരും തെറ്റിദ്ധരിക്കണ്ട. ഇത് എൻ്റെ വീട്ടിന്റെ ബാക്ക് വശമാണ് കേട്ടോ. ഉള്ളിൽ വീഡിയോ ചെയ്യാൻ സൗകര്യമില്ലാത്ത കൊണ്ടാണ് ഞാൻ വെളിയിൽ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും കണക്കാക്കണ്ട കേട്ടോ. അപ്പൊ നമുക്ക് അപ്ലൈ ചെയ്താലോ ഫേസിൽ. നല്ല കുറുകിയ കഞ്ഞിവെള്ളം കേട്ടോ. ചൂട് മാറിയിട്ടില്ല. നന്നായി മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എണ്ണ വെച്ചോളൂ. പക്ഷെ നല്ല കുറുകിയ കഞ്ഞിവെള്ളം. അത് ഇത് മട്ടതിൻ്റെ അല്ല, അത് റേഷനരിൻ്റെ. ശരി, നന്നായി മസാജ് ചെയ്ത ഇവിടെയൊക്കെ നന്നായി മസാജ് ചെയ്താൽ ഡാർക്ക് സർക്കിളൊക്കെ മാറും. അപ്പൊ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റും കൂടെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഒരു കാര്യം വന്നിട്ട്, ഞാൻ ഇതല്ലാണ്ട് മുൾട്ടാനി മുട്ടി പറഞ്ഞിട്ടൊരു പൗഡർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വന്ന ശേഷം മീഷോന്നാണ് ഓർഡർ ചെയ്തത്. അപ്പൊ അത് വന്ന ശേഷം അതിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായോ ഇല്ല എന്നൊക്കെ പറയണം. പിന്നെ വന്നിട്ട് ഇതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. എല്ലാം കഴുകി കളഞ്ഞിട്ട്. എന്തായാലും എൻ്റെ ഫേസിൽ നല്ല മാറ്റമാണ് കേട്ടോ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ശരിക്കും രാവിലെ തേക്കുന്നതിനെക്കാട്ടി നല്ലത് വൈകുന്നേരം ആ ഫ്രീസറിൽ വെച്ച് തേക്കുമ്പോഴാണ് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ആരെങ്കിലും റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പൊ എനിക്കെന്താ നല്ലപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മുഖം കണ്ടാലും അറിയാം. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇതിന് മുമ്പിൽ അത് ഫസ്റ്റ് ഡേ എടുത്ത വീഡിയോയും കൂടെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ മാറ്റം ഉണ്ടോ ഇല്ല എന്നൊക്കെ പറയണം. അപ്പൊ എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ 7 days ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ തന്നെ പറയണം. എനിക്ക് തോന്നുന്നത് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് കേട്ടോ. അതായത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നന്നായി പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നൈറ്റാണ് മസ്റ്റായി ചെയ്യേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വെറുതെ ഞാൻ പറയുന്നില്ല. എന്തായാലും 7 days ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം. പിന്നെ വന്നിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.